എവിടുന്ന് നിങ്ങൾ ആരെ പൊക്കിക്കൊണ്ട് വന്നാലും ഒരു ശുശ്രൂഷകൻ വന്നതുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കത്തില്ല. ഇന്നത്തെ ഒരു പ്രശ്നം, ഗോഡ് സെന്റേഡ് അല്ല ശുശ്രൂഷകൾ, മിനിസ്റ്റർ സെന്റേഡ് ആണ് ഇന്ന് മിനിസ്ട്രി. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു ശുശ്രൂഷകന് ഒരു അമിത പ്രാധാന്യം ഉണ്ടാകാൻ പാടില്ല. ഒരു ശുശ്രൂഷകനും ഇല്ലെങ്കിലും ഒന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ഒരു കരുണയാണ് യെഹെസ്കേലിനോട് നീ പ്രവചിക്കാൻ. അത് ദൈവത്തിന്റെ സത്യവാക്യനോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവത്തിന് നമ്മൾ ആരും ഇല്ലെങ്കിലും ഒന്നും ഒരു ശുശ്രൂഷകനും ഇല്ലെങ്കിലും ദൈവത്തിനൊന്നും സംഭവിക്കാനില്ല. പക്ഷെ ദൈവം കരുണ കാണിച്ച് അവരിലൂടെ എന്താണ് അവർക്കും കൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകാനായിട്ടൊരു അനുവാദം കൊടുക്കുന്നു എന്നുള്ളത്. And he started prophecy. Of course, I appreciate him. അവനെ എനിക്ക് യെഹെസ്കേലിനോട് സന്തോഷം, അസ്ഥികളെ നോക്കി പ്രസംഗിക്കാനാണ് തയ്യാറാകും. വെറും ഉണങ്ങിയ അസ്ഥികളെ നോക്കിയിട്ട് he started preaching. We need to appreciate him. എന്തോരും എന്താണ് അതാണ് അവൻ ദൈവം നിയന്ത്രിതനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. എവിടെ എനിക്കുള്ള ജനക്കൂട്ടം ഒന്നും ഒരിക്കലും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. He started prophecy. എന്നിട്ട് അവൻ എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. നോക്ക്, when you obey, God start works. When you obey, നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ അനുസരണം അത് ദൈവം നമ്മളോട് അല്ലാതെ മറ്റൊന്നുമല്ല. ദൈവത്തിന് അല്ലാതെ ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതാണ്. ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിന് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ഹ്യൂമൻ വേ നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊക്കെയാണ് ഹ്യൂമൻ വേയിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനാണ് നോക്കുന്നത് മാക്സിമം, ആരെയും കൂട്ടാതെ അല്ലേ, ആരെയും അടുപ്പിക്കാതെ. ചിലപ്പോൾ ചില ആളുകൾ ആരെയും അടുപ്പിക്കത്തില്ല, തന്നെ എല്ലാം കൂടെ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ഓഫീസിൽ അങ്ങനെയാണ്. സ്റ്റെനോഗ്രാഫറുടെ ജോലി തൊട്ട് മാനേജറുടെ ജോലി വരെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങി, ആരെ അടുപ്പിക്കത്തില്ല. സഭകളിലുണ്ട് ചില വാസന്മാരെ അടുപ്പിക്കത്തില്ല. പക്ഷെ ഇവിടെ ദൈവം അങ്ങനല്ല. ദൈവം എന്താണ്? എല്ലാരെയും ചേർക്കുകയാണ്. He is just allowing Ezekiel to be part of his doing, his mission, and he started prophesying. നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണ്? എന്നോട് കൽപ്പിച്ചതുപോലെ പ്രവചിച്ചു. ഞാൻ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് ചേർക്കാം. So I prophesied as I was commanded, and as I prophesied there was a noise, and behold an earthquake, and the bones came together, bone to its bone. അതെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം. ഞാനൊരു ഭാവനയിൽ നടക്കുന്ന ഒരു പാർട്ടിയാണ്. ചില സമയത്ത് വേദോസം വായിക്കുമ്പോഴത്തേക്ക് ആസ് ഇഫ് ഐ ഓൾസോ വാസ് സ്റ്റാൻഡിങ് ഹിയർ. ഞാൻ എപ്പോഴും അങ്ങനെ കാണും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ അസ്ഥിയോട് ചേർന്ന് പറഞ്ഞാൽ അസ്ഥി അടുപ്പിച്ച് വെച്ചിരുന്നൊന്നുമല്ലല്ലോ. അവിടെ ഇവിടെ കിടന്ന അസ്ഥിയല്ലേ. ചിലപ്പോൾ 100 മീറ്റർ അപ്പുറത്തൊക്കെ കിടന്ന കൈയുടെ വിരലൊക്കെ 100 മീറ്റർ അപ്പുറത്തായിരിക്കും കിടക്കുന്നത്. കഴുത്ത് കിടക്കുന്നുള്ളതായിരിക്കും, സ്കള്ള് കിടക്കുന്ന വേറുള്ളതായിരിക്കും. ഈ എസെക്കിയേൽ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് റാറ്റ്ലിംഗ് നോയ്സ് എന്താണ്, വലിയൊരു ശബ്ദവും ഉണ്ടായി, ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പോഴത്തേക്ക് ഇവൻ നോക്കിയപ്പോഴത്തേക്ക് ആകാശത്തൂടെ എല്ലാം ഇങ്ങനെ എന്താണ് അസ്ഥികൾ ഇങ്ങനെ പറന്ന് വരിക. എന്നിട്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി? കയ്യുടെ അസ്ഥി വന്ന് കാലിലൊന്നും അല്ല വന്നിരിക്കുന്നത്. കാലിന്റെ അവിടെ ഹിപ്പിന്റെ അവിടെ കാല് വന്നിരിക്കുന്നു. കൈയുടെ തോളയിലൊരു കാല് വന്നിരുന്നത് എങ്ങനെ ഇല്ലേ? അങ്ങനെയൊന്നുമല്ല. When God does something, അവനെല്ലാം ഒരു ഓർഡറിലാണ് എല്ലാം. അവിടെയൊന്നും വേറെ ഒരു അലമ്പ് പരിപാടി ഒന്നും ഉണ്ടാകത്തില്ല. മനുഷ്യൻ എന്ത് ചെയ്താലും അലമ്പുണ്ടാകും. പക്ഷെ ദൈവം ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം എന്താണ് കറക്റ്റായിട്ട് ഓർഡർ. അവൻ അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് അസ്ഥിയോട് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, അവയുടെ മേൽ ചൊർക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കാം. ഞാൻ നമ്മളെ വേദോസം വായിക്കുമ്പോൾ അങ്ങനെ ഒന്ന് കേറിയൊന്ന് പോകണം, എന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ അസ്ഥി അവിടെ ഇവിടെ കിടന്ന അസ്ഥി എല്ലാം കൂടെ ചേർന്ന് അതിന്റെ മുകളില് മാംസം വന്നു, അതിന്റെ മുകളിൽ ഞരമ്പുകൾ വന്നു, അതിന്റെ മുകളിൽ തൊലിയെല്ലാം വന്നു. ഇതെല്ലാം പൊതിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇവിടെ കിടക്കുന്നതുകൊണ്ട് എസെക്കിയേൽ എന്ത് ചെയ്തു? അവൻ പ്രവചനം നിർത്തിക്കളഞ്ഞു. അതുകൊണ്ടല്ലേ പിന്നെ പറയുന്നത് നീ പ്രവചിക്കുക. എന്താ പറ്റിയത്? ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അതിനകത്ത് നിന്ന് മയങ്ങിപ്പോയി.
ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. ഇതാ ഇന്ന് പറ്റുന്ന ഒരു വലിയ പ്രശ്നം. ഇതാണ് ഇന്ന് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം. മീറ്റിംഗ് നടത്തുന്നു, ഒരാളുടെ എന്താണ് ഓൾ ദ തിങ്സ് ദാറ്റ് ഈസ് ഫിസിക്കൽ അതെല്ലാം ശരിയാകുന്നു. അപ്പോഴത്തേക്ക് പ്രവാചകൻ നിർത്തി എല്ലാവരും കൈയടിച്ച്, എല്ലാവരും കൈയടിച്ച്, കണ്ണു കാണാൻ വയ്യാത്ത ഈ സഹോദരൻ കണ്ണു കാണാൻ വയ്യാതെ വന്നതാണ്, ഇപ്പോൾ കണ്ണു കാണുന്നത്, കൈയടിച്ച് കൈയടിച്ച്. അതിനാണ് കൈയടിക്കുന്നത് ഇത്ര വലിയ കാര്യമായിട്ട്? See the thing, ദൈവം എസെക്കിയേലിനെ പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് അവരെ ഞാൻ അവന്റെ കയ്യും കാലും ശരിയാക്കും, അവന്റെ മേൽ മാംസം പിടിപ്പിക്കുമെന്ന് മാത്രമല്ല, ഞാൻ എന്ത് ചെയ്യും, അവരിൽ ജീവൻ വരുത്തും എന്നുള്ളതാണ്. ഈ ഫിസിക്കലായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് അതിനുള്ള അത് കഴിയുമ്പോഴത്തേക്ക് കൈയടിപ്പിച്ച് സ്തോത്രം പറഞ്ഞ് യോഗം പിടിച്ചുവിടുന്ന ഒരു സ്റ്റേജ് അതാണ് ഇന്ന് നടക്കുന്നത്. ഇവരിലേക്ക് ആത്മാവിന്റെ ജീവൻ പകരുകയും അത് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സഭയുടെ എംഫസിസ് എന്ന് പറയുന്നത് ഒരിക്കലും രോഗസൗഖ്യമോ, നമ്മുടെ സഭയുടെ എംഫസിസ് എന്ന് പറയുന്നത് ഒരിക്കലും ജോലിയോ വീസായോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും അവന്റെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്ന, അവനെ ചലിപ്പിക്കുന്ന, ആത്മലോകത്തിലേക്ക് അവനെ പ്രവേശിക്കാൻ സഹായിക്കുന്ന ആത്മാവിന്റെ ആ ജീവൻ അവനിലേക്ക് വരുന്നത് വരെ പ്രവചനം നിർത്താൻ പാടില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പാളിച്ച അതാണ്. എവ്രിവെയർ ചർച്ചസിലും ഒരു കൺവെൻഷനും ക്രൂസൈഡ് നടത്തി കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എല്ലാവരും അവസാനം അടുത്തതായി രോഗികളായ ആളുകൾ കടന്നു വന്നാട്ടെ. ആരാ രോഗികളില്ലാത്ത? എല്ലാവരും കൂടെ അടച്ചു കത്തി വരും. ഞാനും നടത്തുന്നിടത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആഫ്രിക്കയിലും എല്ലാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം വരുന്നത്? എന്നാൽ ഒരാളും പറയുന്നില്ല അടുത്തതായി ഈ ദിവസം പാപം ചെയ്തിട്ട് വന്ന ആളുകളെല്ലാം വന്നാട്ടെ. ആരും പറയുന്നില്ല, ആരും പറയുന്നില്ല. അവർ പ്രസംഗിക്കുന്ന എനിക്ക് ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും കൂടെ അടുത്ത് വരണം. അതുകൊണ്ട് ഞാൻ പറയും, രോഗികളായ ആളുകൾ വന്നാട്ടെ. തലവേദന ഉള്ളവരെ, കണ്ണുവേദന ഉള്ളവരെ, പല്ലുവേദന ഉള്ളവരെ വന്നാട്ടെ. എല്ലാവർക്കും തലവേദനയും കണ്ണുവേദനയും പല്ലുവേദനയൊക്കെ ഇല്ല. എല്ലാവരും കൂടെ അരച്ചു കുത്തി വരും. എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എന്തിനാ എന്നെ വിളിച്ചിരിക്കുന്നതിനാണ്? ഈ അസ്ഥികളെ ജീവിപ്പിക്കാനല്ലാതെ ഇതിന്റെ മേൽ മാംസം പിടിപ്പിച്ച് ത്വക്ക് പിടിപ്പിച്ച് അതിനെ സോംബീസ് ആയിട്ട് ശവങ്ങളായിട്ട് ഇട്ടേച്ച് പോകാനൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആഫ്രിക്കയില് ടാൻസാനിയ ഉണ്ടായിരുന്നപ്പം എൻ്റെ ഒരു ബുക്കിന്റെ റിലീസിങ് ഫംഗ്ഷനിൽ വെച്ച് ഞാൻ അവിടെ പറഞ്ഞൊരു വാചകം റേഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, I told them it is better to live here as a sick person and go to heaven than to live here as a healed person and go to hell. ഇവിടെ സൗഖ്യമുള്ളവനായി ജീവിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഇവിടെ രോഗിയായി ജീവിച്ച് സ്വർഗത്തിൽ പോകുന്നത്. ഇവിടെ ധനികനായി ജീവിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഇവിടെ പട്ടിണിക്കാരനായിട്ട് ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്നത്. കാര്യം ആത്യന്തികമായി അത് നടന്നില്ലെങ്കിൽ ബാക്കി എന്തുകൊണ്ടാണ് ഗുണം? ഇവിടെ എസ്കേലിനോട് കർത്താവ് പറയുന്നൊരു കാര്യമാണ്, പ്രവചിക്ക്, കാര്യം എന്ത് വേണം? ഇവർക്ക് ഇതുവരെയും എന്ത് വന്നിട്ടില്ല? അവിടെ ആത്മാവ് ജീവിപ്പിക്കപ്പെട്ടിട്ടില്ല, അത് ശവങ്ങളാണ്. ഇത് കണ്ട് നീ മിനിങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ കാറ്റിനോട് പ്രവചിച്ചു. നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? അത് പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ 10ാമത്തെ വാക്യം അവനോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച ഏറ്റവും വലിയ ഒരു സൈന്യമായി. ഹല്ലേലൂയ. ദൈവം വാസ്തവത്തിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വപ്നം എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല. എഹെസ്കേലിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്ഥിക്കൂട്ടങ്ങളെ കണ്ടിട്ട് അതിനെ ഒരു സൈന്യമാക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് അവന് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ സ്വപ്നം അതാണ്. ഈ ചർച്ചിനെ നോക്കിയിട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ ചർച്ച ഞാൻ പറയുമ്പോഴത്തേക്ക് ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ജസ്റ്റ് ദിസ് ചർച്ച്. എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ ഒരു ഉണർച്ച, ഇതിന്റെ ഒരു ഉയർച്ച എന്നുള്ളത് എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഉണങ്ങിയ അസ്ഥികളിൽ നിന്ന് ഉயிருള്ള ഒരു സൈന്യമായി സഭ വരുന്നതിന് ഒറ്റ as we say, there is only one thing we lack. It is the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭാവത്താൽ മാത്രമാണ് ഈ സഭ ഇങ്ങനെ തകർന്നു പോയിരിക്കുന്നത്. നമ്മൾ ആരും ചിന്തിക്കരുത് നമുക്ക് വേറെ എന്തെങ്കിലും കുറവുണ്ടായിട്ടാണെന്ന്.
നമ്മുടെ പിതാക്കന്മാര് ആത്മാവിന്റെ ശക്തിയിലാണ് അവരൊരു സഭ പണിത് നമ്മൾ ആലോചിക്കണം. അല്ലാതെ അവർ സംഘടനയുടെ ശക്തിയിലല്ല, പണത്തിന്റെ ശക്തിയിലല്ല, സ്വാധീനത്താലല്ല, രാഷ്ട്രീയ പിടിപാടിലല്ല, ഒന്നിലുമല്ല. What they had nothing of these things. അവർക്ക് യാതൊന്നുമില്ലായിരുന്നു. But they had the Spirit. They had the Holy Spirit. ഇന്ന് നമുക്കില്ലാതെ പോയത് കെട്ടിടങ്ങളല്ല, ഇന്ന് നമുക്കില്ലാതെ പോയത് സ്വാധീനമല്ല, ഇന്ന് നമുക്കില്ലാതെ പോയത് MLA-മാരല്ല, ഇന്ന് നമുക്കില്ലാതെ പോയത് നമ്മുടെ ഇന്ത്യ അതാണ്. ഒരു MLA ഉണ്ടായിരുന്നെങ്കിൽ MP ഉണ്ടായിരുന്നെങ്കിൽ കാര്യം സാധിക്കാതെ നമ്മുടെ എന്താ? നോ, ഇതൊന്നുമല്ല നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? The power of the Holy Spirit. നമ്മൾ പ്രാർത്ഥിക്കുക, പ്രവചിക്കുക, പറയുക. ഇത് മാത്രമല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു പദവിയാണ് അവന്റെ പ്രവൃത്തിയിൽ പങ്കാളിയാകാൻ. അങ്ങനെയെങ്കിൽ ഈ ഉണങ്ങിയ അസ്ഥികൾ ഉயிருള്ള ഒരു വലിയ സൈന്യമായി തീർന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമ്മുടെ നിർമ്മല ജലം തളിച്ച് നമ്മളെ ക്ലെൻസ് ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ മൃതാവസ്ഥയിൽ നിന്നും നമ്മളെ ഉണർത്തി ഒരു വലിയ സൈന്യമാക്കുന്ന ദൈവമാണ്. നമുക്കിന്ന് ലാക്ക് ചെയ്യുന്നത് എന്താണ്? നമുക്കൊന്നുകൂടെ ആലോചിച്ച് നോക്കാം. മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ട് കളഞ്ഞിട്ട് ഒരു സ്ട്രക്ചറിൽ കിടക്കുന്നത് പോലെ കർത്താവിന്റെ കാര്യങ്ങളിൽ ഹല്ലേലൂയ ഒരു ഊന്നുവലിയായിട്ട് കർത്താവിനെ കാണുന്നത് നിർത്ത്. എന്റെ ജോലിയെ സഹായിക്കുന്ന, എന്റെ വീടിനെ സഹായിക്കുന്ന, എന്റെ മക്കളെ സഹായിക്കുന്ന, പിള്ളേരുടെ പഠിത്തത്തെ സഹായിക്കുന്ന, ബിസിനസിനെ സഹായിക്കുന്ന ഒരു ദൈവം എന്നുള്ള ആ കൺസെപ്റ്റ് അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അവനെന്നെ നടക്കുമാറാക്കി, അവനെന്നെ പോകുമാറാക്കി, അവനെന്നെ ജോലി ചെയ്യുമാറാക്കി, അവനെന്നെ ബിസിനസ് ചെയ്യുമാറാക്കി, എന്നെ പഠിക്കുമാറാക്കി. കുഞ്ഞുങ്ങളൊക്കെ പറയണം, യേശു എന്നെ പഠിപ്പിക്കുമാറാക്കി എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങൾ. The Lord made me study എന്നൊക്കെ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയേണ്ടത്. The Holy Spirit made me study. എന്നെ പരിശുദ്ധാത്മാവ് പഠിക്കുമാറാക്കി, എന്നെ പരിശുദ്ധാത്മാവ് ജോലി ചെയ്യിക്കുമാറാക്കി എന്ന് പറയുന്നത് പോലെ ഹോളി സ്പിരിറ്റ് നമ്മളുടെ ഏറ്റവും അടുത്ത് നമ്മൾ അനുഭവിക്കുന്നതായ ഒരു സ്റ്റേജ്. That's what we need. That's what we lack and that's what we need. അങ്ങനെയെങ്കിൽ ഈ ഉണങ്ങിയ അസ്ഥികൾ ഒരു ഉயிருള്ള സൈന്യമായി ഉണരുന്ന നമുക്ക് കാണാൻ കഴിയും. ദൈവമായ കർത്താവേ,